പലരും വിചാരിക്കുന്നത് ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്നത് ഒരുതരം വൈഫൈ മാജിക് ആണെന്നാണ്. ടപ്പ് ടപ്പ് കാർഡടിച്ച് ഒരു കൊരങ്ങനെ പോലെയാണ് ഇത്രയും കാലം നിങ്ങൾ നടന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. മനസ്സിലായി എന്ന് പറഞ്ഞ് തലയാട്ടുന്നത് നിർത്ത്. ഇതൊരു സയൻസ് ആണ്. ഇന്ന് ഞാൻ ആ കർട്ടൻ പൊക്കി കാണിച്ചുതരാം. അപ്പം മനസ്സിലാവും ഇത്രയും കാലം നിങ്ങളുടെ പൈസ വെച്ച് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന്. ദ ടെക്. ഇതാണ് സത്യം. NFC, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ടാപ്പ് ആൻഡ് പേ വർക്ക് ചെയ്യുന്നത്. ഏകദേശം അടുത്തൊന്നല്ല, ഒരുമാതിരി അടുത്തൊന്നുമല്ല. കറക്റ്റ് 4 സെന്റിമീറ്റർ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ കാർഡോ ഫോണോ പേയ്മെന്റ് മെഷീനെ കിസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഉണരുകയുള്ളൂ. അതുകൊണ്ട് മാളിന്റെ അങ്ങേയറ്റത്തുള്ള ഹാക്കർമാർ നിങ്ങളുടെ ഡാറ്റ അടിച്ചു മാറ്റുമെന്നുള്ള പാരനോയ നിർത്തിക്കോ. ആർക്കെങ്കിലും നിങ്ങളുടെ പൈസ വേണമെങ്കിൽ അവർക്ക് ടെക്നോളജിയല്ല, നിങ്ങളുടെ മണ്ടത്തരം യൂസ് ചെയ്യേണ്ടി വരും. ദ പ്ലെയേഴ്സ്. ഈ കളിയിൽ 2 പ്ലെയേഴ്സേ ഉള്ളൂ. ദ റീഡർ, കടയിലെ മെഷീൻ. ദ ടാഗ്, നിങ്ങളുടെ കാർഡോ ഫോണോ. റീഡർ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വെച്ചൊരു ഹലോ പറയും. നിങ്ങളുടെ കാർഡ് ഞെട്ടിയുണർന്ന് തിരിച്ചു മന്ത്രിക്കും. എന്നിട്ടൊരു രഹസ്യ സംഭാഷണം തുടങ്ങും. അതാണ് ഇവിടുത്തെ കിടിലൻ സംഭവം. നിങ്ങളുടെ കാർഡ് നമ്പർ ഒരിക്കലും ഷെയർ ചെയ്യില്ല. അതിനു പകരം ഒരു വൺ ടൈം കോഡാണ് ഉപയോഗിക്കുന്നത്. ഒരു യൂസ് ആൻഡ് ത്രോ പാസ്വേഡാണ്. അതിന്റെ അർത്ഥം, ഒരു കള്ളൻ ഈ കോഡ് ഇന്റർസെപ്റ്റ് ചെയ്താൽ അത് വെറും ചവറാണ്. നിങ്ങളുടെ കാർഡ് സ്കിം ചെയ്യപ്പെട്ടാലും അത് ഉപകാരമില്ലാത്തതാണ്. 2025ലും നിങ്ങൾ മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉരസിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊള്ളയടിക്കപ്പെടാൻ യോഗ്യനാണ്. പ്രോസസ് ഞാനൊന്ന് സിമ്പിളാക്കി തരാം. 4 സ്റ്റെപ്പുകൾ. നിങ്ങൾ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ കാർഡും മെഷീനും ഒരു സീക്രട്ട് ഹാൻഡ്ഷേക്ക് നടത്തി വൺ ടൈം കോഡ് ഉണ്ടാക്കും. ആ കോഡ് അംഗീകരിക്കണമോ എന്ന് ചോദിച്ച് നിങ്ങളുടെ ബാങ്കിന്റെ അടുത്തേക്ക് പോകും. ബാങ്ക് യെസ് പറയും. ബീപ്പ്, ഗ്രീൻ ലൈറ്റ്, പണി കഴിഞ്ഞു. 4 സ്റ്റെപ്പ്, 2 സെക്കൻഡ്. നിങ്ങളുടെ ATM പിന്നിനേക്കാൾ സുരക്ഷിതം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്നാ കേട്ടോ. ടാപ്പ് ആൻഡ് പേ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതിനേക്കാൾ സേഫാണ്. നിങ്ങളുടെ പിന്നടിക്കുന്നത് ഒരുത്തൻ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ എൻക്രിപ്റ്റഡ് NFC കോഡ് പിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് ക്രിമിനലുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ക്ലോൺ ചെയ്യാൻ പറ്റും. പക്ഷേ ടാപ്പ് ആൻഡ് പേ വൺ ടൈം എൻക്രിപ്റ്റഡ് കോഡുകൾ, യഥാർത്ഥ കാർഡ് നമ്പറല്ല ടോക്കണൈസ്ഡ് നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. വെറും 4 സെന്റിമീറ്റർ മാത്രം റേഞ്ച്. വെറുതെ പിൻ ചെക്കുകൾ ചോദിച്ച് നിങ്ങളെ സത്യസന്ധനാക്കി നിർത്താം. ഇവിടെ സുരക്ഷിതമല്ലാത്ത ഒരേ ഒരു കാര്യം നിങ്ങളുടെ അറിവില്ലായ്മയാണ്. ടാപ്പ് വേഴ്സസ് സ്വൈപ്പ്. ഇതൊരു ഫൈറ്റേ അല്ല. സ്വൈപ്പ് പഴഞ്ചൻ, ദുർബലം, എളുപ്പം സ്കിം ചെയ്യപ്പെടും. ടാപ്പ് വേഗം, സേഫ്, ഫ്രിക്ഷൻ ഇല്ലാത്തത്. നിങ്ങൾ ഇപ്പോഴും കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇമെയിൽ ഉള്ളപ്പോൾ കയ്യിലെഴുതിയ ഫാക്സ് അയക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇതാ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഓരോ തവണ ടാപ്പ് ചെയ്യുമ്പോഴും ഓർക്കുക, ഇതൊരു മാജിക് അല്ല. നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി വർക്ക് ചെയ്യുന്ന കൺട്രോൾഡ്, എൻക്രിപ്റ്റഡായ ഭയങ്കര എഫിഷ്യൻ്റായ ടെക്നോളജിയാണത്. നിങ്ങൾ വെറും പൈസ കൊടുക്കുകയല്ല, ആധുനിക പേയ്മെന്റുകളിലെ ഏറ്റവും സുരക്ഷിതമായ സിസ്റ്റം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സത്യമറിയാം. അതുകൊണ്ട് അടുത്ത തവണ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു മണ്ടനെ പോലെ നോക്കി നിൽക്കരുത്. കാരണം അറിവില്ലായ്മ ഇനിയൊരു എക്സ്ക്യൂസ് അല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്.